മലയാളത്തിന്റെ മോഹൻലാലിനെ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നൽകി രാജ്യം ആദരിച്ചപ്പോൾ സിനിമാ ലോകം അതൊരു ഉത്സവമായി കൊണ്ടാടുന്ന കാഴ്ചയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. അതിർത്തികൾ താണ്ടിയെത്തുന്ന അഭിനന്ദനങ്ങൾ കൊണ്ട് പുതുചരിത്രം രചിക്കപ്പെട്ട ദിവസങ്ങൾ. എത്രയോ അവാർഡുകൾ ആ കൈകൾ ഏറ്റുവാങ്ങിയതാണ്. അപ്പോഴൊന്നും അമിതമായ ആവേശമോ ആനന്ദമോ ആ മുഖത്ത് പ്രകടമായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ലാലേട്ടന്റെ കണ്ണുകളിൽ പരമോന്നത പുരസ്കാരത്തിന്റെ തിളക്കമുണ്ടായിരുന്നു. തലമുറകളെ പ്രചോദിപ്പിച്ച നായകനെ തേടി സിനിമയിലെത്തി 48-ാം വർഷം ലഭിച്ച അവാർഡിന്റെ സന്തോഷമുണ്ടായിരുന്നു. തെളിയിക്കാൻ ഇനി ബാക്കിയൊന്നുമില്ലാത്ത രാജാവിന്റെ കിരീടത്തിലേക്ക് ലേറ്റസ്റ്റായി വന്നു ചേർന്ന ഒരു വജ്രം മാത്രമായി ഫാൽക്കെ പുരസ്കാരം മാറുന്ന കാഴ്ച. സോഷ്യൽ മീഡിയ മറ്റൊരു ചർച്ചയിൽ മുഴുകി നിൽക്കവെയാണ് മോഹൻലാലിനെ തേടി മലയാളത്തെ തേടി ആ പുരസ്കാര വാർത്ത എത്തിയത്. ഏറ്റവും കൂടുതൽ പണം വാരിയ മലയാള ചിത്രമായി ലോകം മാറിയതായിരുന്നു ആ ചർച്ച. സിനിമ കടത്തി വെട്ടിയതാകട്ടെ മോഹൻലാലിന്റെ തന്നെ എമ്പുരാനെ. കഴിഞ്ഞ ദിവസം കേരള ബോക്സ് ഓഫീസിൽ 100 കോടി നേടുന്ന രണ്ടാമത്തെ ചിത്രമായും ലോകം മാറിയിരുന്നു. മുൻപിലുള്ളത് ഒരു മോഹൻലാൽ ചിത്രം മാത്രം, തുടരും. ലോക റെക്കോർഡുകളും ഇട്ട് മുന്നേറുമ്പോൾ അവിടെ തകർക്കപ്പെടുന്നതെല്ലാം മോഹൻലാൽ ഇട്ടുവെച്ച റെക്കോർഡുകൾ കൂടിയാണ്. പുലിമുരുകനെ വെട്ടി 2018 ഹയസ്റ്റ് ഗ്രോസർ ആയപ്പോഴും തകർന്നു വീണത് ഒരു മോഹൻലാൽ റെക്കോർഡ് തന്നെ. ചിത്രം മുതൽ തുടരും വരെ റെക്കോർഡുകൾ കൊണ്ട് ചരിത്രം സൃഷ്ടിച്ച മലയാളത്തിന്റെ താരമൂല്യത്തിന്റെ പ്രതീകമാണ് അദ്ദേഹം. ഓരോ തവണ അത് മറ്റാരെങ്കിലും തകർക്കുമ്പോഴും വീണ്ടും അദ്ദേഹം തന്നെ അത് തിരുത്തുന്നതാണ് മലയാള സിനിമ ഇത്രയും കാലം കണ്ടത്. വീണ്ടും തിരുത്തപ്പെടാൻ അയാൾക്ക് മുന്നിലുള്ളത് ഒരു ലോഡ് റെക്കോർഡുകളാണ്. അതെല്ലാം തിരുത്തിക്കുറിക്കുമെന്ന് അദ്ദേഹത്തിന്റെ ആരാധകർക്കും അത്രമേൽ വിശ്വാസമുണ്ട്. അതിനായി ഒരുങ്ങുന്നതും പല രൂപത്തിൽ പല ഭാവത്തിലുള്ള മോഹൻലാൽ സിനിമകൾ.